السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في قسم الثاني من دروس من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. അറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതി, അത് ഖുർആൻ പഠനത്തെ എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്നതാണ്. അതിൻ്റെ മൂന്നാം സെമസ്റ്ററിന്റെ രണ്ടാം ഭാഗം ആണ് നാം ഉള്ളത്. നമ്മൾ 26ാമത്തെ പാഠത്തിന്റെ ഏകദേശം അവസാന ഭാഗത്താണ് ഉള്ളത്. എവിടെ നിർത്തി? خلصنا صف رقم 224. هذا هو الدرس الذي ندرسه. 26. هذا هو المراقب. ഇതാണ് നമ്മൾ പഠിച്ചത് അവസാനം. ضمير الفصل. ضمير الفصل. അതിന്റെ അടുത്ത് വായിക്കാൻ തുടങ്ങി. ഇലൈക അംസിലതൻ ഉഖ്റ. ഇലൈക അംസിലതൻ ഉഖ്റ എന്ന് പറഞ്ഞാൽ ഒരു യൂസേജ് ആണ്. ഇലൈക എന്ന് പറഞ്ഞാൽ നിന്നിലേക്ക്, അംസിലതൻ ഉഖ്റ മറ്റുദാഹരണങ്ങൾ. ദീസ് ആർ ദ അനദർ എക്സാമ്പിൾസ് എന്ന് പറയുന്ന പോലെ. ഇലൈക അംസിലതൻ ഉഖ്റ. യു ക്യാൻ റീഡ് മോർ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ളമീരിൽ ഫസ്ൽ. ളമീറുൽ ഫസ്ൽ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള, വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള, അതായത് ഖബറും അതിൻ്റെ ഖബറും അതേപോലെ മറ്റെന്തെങ്കിലുമാണ് എന്ന് തോന്നുന്നതിൽ നിന്നും വേർതിരിക്കുന്ന ഫസ്ൽ ളമീർ. യഥാർത്ഥത്തിൽ അതിൻ്റെ ഖബറാണ്. അതിൻ്റെ നഅത്താണ് എന്ന് വിചാരിച്ചു പോകാൻ പാടില്ല. അതിൻ്റെ വിശേഷണമാണ് എന്ന് വിചാരിച്ചു പോകാൻ പാടില്ല. ഉദാഹരണം, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറയും ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. യഥാർത്ഥത്തിൽ നമ്മൾ പറയും ഹും എന്ന് ചെയ്തിരിക്കുന്നത് ഊന്നി പറയാൻ വേണ്ടിയുള്ളതാണ്. അവിടെ ഊന്നി പറയലും ആകാം. പക്ഷെ ഉലൈകൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ, ഉലൈകൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ ആ വിജയികൾ എന്നായി പോകും. ഉലൈക അക്കൂട്ടർ, അൽ മുഫ്ലിഹൂൻ വിജയികൾ. ഉലൈകൽ മുഫ്ലിഹൂൻ ആ കൂട്ടർ, ദാലിക്കൽ കിതാബ് അല്ലെ ദാലിക്കൽ റജുൽ ആ പുരുഷൻ, അതേപോലെ ഉലൈകൽ റിജാൽ ആ പുരുഷന്മാർ എന്ന് പറയുന്ന പോലെ ആയിപ്പോകും. ഉലൈകൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ ആ വിജയികൾ എന്നായിപ്പോകും. അങ്ങനെ ആയിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്ന് പറയാൻ വേണ്ടിയാണ് ഹും അവിടെ ചേർത്തിരിക്കുന്നത്. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇന്ന ഷാനിയക്കൽ അബ്തർ എന്ന് പറഞ്ഞാൽ എന്തായി പോകും? വേരറ്റവനായ നിന്റെ ശത്രു എന്നായി പോകും. അപ്പൊ ശത്രുവിന്റെ വിശേഷണമായി പോകും. മറിച്ച് എന്താ പറയുന്നത്? അവനാണ് വേരറ്റവൻ, നിന്റെ ശത്രുവാണ് വേരറ്റവൻ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഹുവ കൊണ്ട് അത് എന്തിരിക്കുന്നത്? ഫസ്ൽ ചെയ്തിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത്. അത് ഹിയ സയ്യാറത്തു എന്ന് പറയുന്നത് പോലെ. അല്ലെങ്കിൽ ഹിയ ഇല്ലെങ്കിൽ എന്താവും? ഹാദിഹി സയ്യാറത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി അതിന്റെ അതിന്റെ ഖബർ പിന്നെന്തോ വെയിറ്റ് ചെയ്യുന്നത് പോലെ ആയിപ്പോകും. ഈ കാർ എന്ത് എന്ന് പറയുന്നത് പോലെ ആയിപ്പോകും. അതേസമയം ഹാദിഹി ഹിയ സയ്യാർ എന്ന് പറഞ്ഞാൽ ഇതാണ് കാർ എന്നായി. ഇസ്തഖ്രിജ് മാ വറദ ഫി ദർസി മിൻ ളമാഇരിൽ ഫസ്ൽ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തോന്നുന്നു അല്ലേ ഇത് എഴുതണമെന്ന്? പറഞ്ഞില്ല. പറഞ്ഞില്ലെങ്കിൽ എഴുതുമായിരുന്നു അല്ലേ? അതെ.
പറഞ്ഞു ഞാനിപ്പോ നോക്കുമ്പോഴത്തേക്ക് ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സിന്റെ വീഡിയോ മാത്രമാണ്, ഞാൻ വേറെ ഒരു ആക്ടിവിറ്റി ഇല്ല. നമ്മള് അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിരുന്നില്ല ഇത് ഹോംവർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ. ഹോംവർക്ക് എഴുതിയിരുന്നല്ലേ? മാഷാ അതെ, കഴിഞ്ഞ ക്ലാസ് ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഹോംവർക്ക് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കുന്നതിന്റെ കുഴപ്പമാണ്. അല്ല സാറ് അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹോംവർക്ക് നോക്കാൻ ഒരാളിനെ വേണം. ഒരാൾ നോക്കിയിട്ടിരിക്കുക, ഇതുവരെ കിട്ടിയിട്ടില്ല. അറബി ഡിഗ്രി അല്ലെങ്കിൽ അഫ്ദലുലമ ഉള്ള ആളെ വേണം, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദുറൂസുൽ ലുഗത്തിൽ അറബിയ പഠിച്ച ആൾ വേണം. അഫ്ദലുലമയോ അറബിയോ പഠിച്ച ആൾക്ക് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ദുറൂസുൽ ലുഗത്ത് പഠിച്ചവരും പഠിപ്പിച്ചവരുമായ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ അവരെ നമ്മളെ പിടുത്തത്തിൽ കിട്ടുന്നില്ല. ഗൾഫിൽ നിന്ന് തന്നെ പഠിച്ച പലരും ഉണ്ട്, നമ്മുടെ അറിവിൽ ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളെ പിടുത്തത്തിൽ അവർ കിട്ടണമല്ലോ, അത് ബുദ്ധിമുട്ടാണ്. അപ്പോ ഇസ്തഖ്രിജ് മാ വറദ ഫി ദർസി മിൻ വമാഇൽ ഫസ്ൽ, വമാഇൽ ഫസ്ൽ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. രണ്ട്, തംരീൻ സാനി അദ്ഖിൽ അൽ അലൽ ഖബരി ഫി കുല്ലി ജുംലത്തിൻ മിമ്മാ യഅതി വഅതി ബിളമീരി ഫസ്ലിൻ മുനാസിബിൻ. ഇവിടെയൊക്കെ നമ്മൾ വേണ്ടല്ലോ, അൽ മുഫ്ലിഹൂൻ, ഉലായിക അൽ മുഫ്ലിഹൂൻ എന്ന് പറയുന്ന പോലെ അല്ല, ഉലായിക മുഫ്ലിഹൂൻ എന്ന് പറയുന്ന പോലെ അല്ല, ഉലായിക അൽ മുഫ്ലിഹൂൻ. അപ്പൊ ഇവിടെ ഹാദാ ബൈത്തുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹാദാ ബൈത്തുൻ എന്ന് പറഞ്ഞപ്പോ എന്തായി? ഇതൊരു വീടാണ്, ഇതൊരു വീടാണ്. അപ്പൊ ഈ ബൈത്തിന്റെ കൂടെ ആൾ ചേർന്നാൽ എന്താവും? അല്ല, ഹാദൽ ബൈത്തു, ഈ വീടെന്നാകും. പക്ഷെ നമുക്കിവിടെ വമീറുൽ ഫസ്ൽ കൊടുത്താൽ എന്താവും? ഇതാണ് ആ വീട്. ഇതാണ് ആ വീട്. അപ്പോ ഈ വീട് എന്നല്ല, ഹാദൽ ബൈത്തു എന്ന് പറയുമ്പോ പിന്നെ ബാക്കി ഹാദൽ ബൈത്തു എന്ന് പറയുമ്പോ ബാക്കി ഖബർ ഉണ്ട്, ഖബർ വേണം ഹാദൽ ബൈത്ത് എന്താണെന്നുള്ളത്. അതേസമയം ഹാദാ ഹുവൽ ബൈത്തു എന്ന് പറയുമ്പോൾ ആ സംഗതി ചേർന്നു, സെനൻസ് ചേർന്നു. അപ്പൊ അതേപോലെ നാജിഹുൻ ലാൽ ചേർത്ത് എങ്ങനെ പറയും? ഹൗലായി ഹുമുൽ നാജിഹൂൻ. ഹഉലാഇ ഹുമുൻ നാജിഹൂൻ. അൽ വരുന്നപ്പോഴത്തേക്ക് എന്തായി? നൂനിന് അൽ വന്നാൽ അന്നാജിഹൂൻ എന്ന് പറയും. ഹഉലാഇ സംശേഷമായതുകൊണ്ട് ഹുമുൻ നാജിഊൻ. അപ്പൊ അത് അതേപോലെ ആണെങ്കിൽ ജീം ഹാദിഹി മജല്ലത്തിൻ എന്താവും? ഹാദിഹി ഹിയ മജല്ലത്തുൻ, യൽ മജല്ലത്തു, യൽ മജല്ലത്ത്. സർവനാമത്തിന്റെ പൽ ചേർക്കണോ അല്ലേ? സർവനാമത്തിന്റെ കൂടെ അല്ല അൽ ചേർക്കുക. അല്ല, സർവനാമം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? അദഖൽ അലൽ ഖബരി. അപ്പൊ ഇവിടെ ഹാദാ ബൈത്തുൻ എന്ന് പറഞ്ഞതാണ് നാമവാക്യം. അപ്പൊ എന്ത്? ബൈത്തുൻ എന്നതാണ് ഖബർ. അപ്പൊ ഖബർ ഹാദാ ബൈത്തുൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു വീടാകുന്നു. ഹാദാ മുബ്തദഇൻ ഖബർ, അല്ല അതെ, ബൈത്തുൻ എന്നത് ഖബറുമാണ്. അപ്പൊ അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. അപ്പൊ ഇവിടെ അൽ ബൈത്തു ഖബർ അൽ ബൈത്തു എന്നായി കഴിഞ്ഞാൽ എന്ത് വേണം? വമീർ ഫസ്ൽ വേണം, എന്നാലേ സെന്റൻസ് ആയി നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഹാദയുടെ വിശേഷണമായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഹാദയ്ക്ക് ശേഷം അതിലുള്ള വാക്ക് വന്നാൽ ഹാദ മാറ്റി നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ഹഉലാഇ നാജിഹൂൻ, ഹഉലാഇ നാജിഹൂൻ എന്നത് മുബ്തദയും ഖബറുമാണ്. അപ്പൊ ഖബറിന്റെ കൂടെയാണ് അൽ ചേർക്കാൻ പറ്റും. അപ്പൊ ഖബറിന്റെ കൂടെ അൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? വമീറുൽ ഫസ്ൽ വേണം. വമീറുൽ ഫസ്ൽ വേണം. വമീറിന്റെ കൂടെ അൽ ചേർക്കണം എന്നല്ല പറഞ്ഞിട്ടാണ്. നമുക്ക് അതിന്റെ ഉപയോഗം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് ഖബർ അല്ലുള്ളതായി ആണെങ്കിൽ അതിന് നഅ്തല്ല, അത് വിശേഷണമല്ല, അത് ഈ വാക്യത്തിലെ ഖബറാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് എന്ത് ചേർക്കുന്നത്? ലമീർ. ആ ലമീർ ഫസ്ൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേർതിരിക്കാനുള്ള, വേർതിരിക്കുക. എന്തൊക്കെ തമ്മിൽ വേർതിരിക്കുക? ഖബറും വിശേഷണവും തമ്മിൽ വേർതിരിക്കുക. അത് ഖബറല്ല, ഇത് വിശേഷണമാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് ലമീർ ഫസ്ൽ ചേർക്കുന്നത്. രണ്ട് വാക്കുകൾ തമ്മിൽ ഇടയിൽ ഒരെണ്ണം ബ്രേക്ക് ചെയ്യുക കോമയ്ക്ക് വേണ്ടിയുള്ളതല്ല. ഫസ്ൽ ഞാൻ പറഞ്ഞു, ഫാസില എന്ന് പറഞ്ഞാൽ കോമ എന്നാണ്, കോമയ്ക്ക് ഫാസില എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വേർതിരിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് എന്താണ്?
ഈ രണ്ട് ആശയങ്ങളും തമ്മിൽ വേർതിരിക്കണം. നഅത്തല്ല ഇത് ഖബറാണ് എന്ന് വേർതിരിക്കാൻ വേണ്ടിയുള്ളതാണ് ളമീറുൽ ഫസ്ൽ. അപ്പൊ ഹാദാ ബൈത്തുൻ എന്ന് പറഞ്ഞപ്പോ മുബ്തദയും ഖബറുമാണ്. അപ്പൊ ഖബറിൽ അൽ ഉണ്ടെങ്കിൽ, അൽ വന്നു കഴിഞ്ഞാൽ ളമീറുൽ ഫസ്ൽ വേണം, എങ്കിലേ അത് ഖബറായിട്ട് നിരക്കുള്ളൂ. അല്ലെങ്കിൽ മറ്റതിന്റെ വിശേഷണമാകാൻ സാധ്യതയുണ്ട്. അതാണ് യജൂസ് അൻ യകൂന അൻ-നഅത്ത് മുമ്പ് പറഞ്ഞല്ലോ. പോസിബിൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഹാദിഹി മജല്ലത്തുൻ എന്നുള്ളതിന് അല്ലല്ലോ. അപ്പൊ നമ്മൾ ഹജിഹി ഹിയ മജല്ലത്തുൻ എന്ന് വരാ. അതിന് വേണ്ടല്ല, അല്ലുണ്ടെങ്കിലല്ല ചേർക്കണ്ടോ? അതിൽ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചേർക്കണം, അത് ചേർക്കണം. അത് ചേർത്താൽ എങ്ങനെ പറയും എന്നതാണ് ചോദ്യം. അതെ, പക്ഷേ ഈ നമ്മളെ ക്വസ്റ്റ്യനിൽ അല്ലില്ലല്ലോ. അപ്പൊ എന്നാലും നമ്മൾ ഹുയ്യ ചേർത്തിട്ട് അല്ല് വെക്കണം. يا أخت على الخبر في كل جملة أدخل ال പ്രവേശിപ്പിക്കുക على الخبر ഖബറിൽ في كل جملة مما يأتي in each of the following sentences. വഅതി ബിളമീർ, എന്നിട്ട് ളമീറുൽ ഫസ്ൽ ചേർക്കാനും പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ, ചോദ്യം അതാണ്. അതെ, ഓക്കെ, ചോദ്യം അതാണ്. അത് ചേർക്കണം, എന്നിട്ട് ളമീറുൽ ഫസ്ൽ ചേർക്കുകയും ചെയ്യാം. യഥാർത്ഥത്തിൽ ചോദ്യത്തിലേ പറയേണ്ടിയുള്ളൂ. ളമീറുൽ ഫസ്ൽ അത് ചേർക്കാൻ പറയേണ്ടിയുള്ളൂ. അത് ചേർത്താൽ ളമീറുൽ ഫസ്ൽ വേണം കൃത്യമാകണമെങ്കിൽ. ഉച്ചരം അല്ലെങ്കിൽ ആശയം വ്യക്തമാകണമെങ്കിൽ ളമീറുൽ ഫസ്ൽ വേണം, അല്ലെങ്കിൽ അത് നഅത്തായി പോകും. തയ്യിബ് യാ ഇഖ്വാൻ വൽ അഖവാത്ത്, ഓക്കെ അല്ലേ? എവിടെന്നെങ്കിലും ബ്രേക്കായി പോയി കഴിഞ്ഞാൽ പുറത്തു പോയി. പിന്നെ എങ്ങനെ പുറത്തു പോയി പറഞ്ഞെന്താണെന്ന് പിന്നെ ഒന്നും മനസ്സിലാവില്ല. ആറാമത്തെ പോയിന്റ്, മിന്ന മൻ യുരീദു. ഇത് പറഞ്ഞിട്ടല്ല റാസിബാത്തുൻ. അത് ചേരുമ്പോ പിന്നെ ഷംസി ആയതുകൊണ്ട് അർ റാസിബാത്ത് എന്നാണ് വരേണ്ടത്. പിന്നെ തൻവീൻ ഉണ്ടാവില്ല. അൽ വന്നാൽ ഉലൈക ഹുമുർ റാസിബാത്തു, അവരാണ് പരാജിതർ. റാസിബാത്ത് എന്താണ്? റാസിബിന്റെ ഓപ്പോസിറ്റ് ആണ് മുകളിൽ പറഞ്ഞത് നാജിഹൂൻ. റാസിബൂനെയാണ് അതിന്റെ നാജിഹൂനയുടെ ഓപ്പോസിറ്റ്. ഇവിടെ സ്ത്രീലിംഗമായിട്ട് പറഞ്ഞു. ഉലാക്കിക്ക് എന്ത് പറഞ്ഞു? ഉലാക്കിക്ക് ശേഷം എന്താ ചേർത്തത്? റാസിബാത്തിന് എന്താ ചേർക്കേണ്ടത്? റാസിബാത്തിന് എന്താ ചേർക്കേണ്ടത്? ഹി ആണ് ചേർക്കേണ്ടത്. ഈ ഉദാഹരണത്തിൽ എല്ലാത്തിന്റെയും പരാജിതർ, റാസിബുൻ പരാജിതൻ. ഈ റാസിബും നാജിഹും എന്നതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ്. നമുക്ക് അപരിചിതമാകുന്നത്. നമുക്ക് ഖുർആനിലും ഹദീസിലും അങ്ങനെയുള്ള വാക്കുകൾ കുറവായത് കൊണ്ടാണ് നമുക്ക് അപരിചിതമായിട്ട് തോന്നുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നാൽ ഉടനെ അവർ രണ്ട് വര ഇങ്ങനെ വരയ്ക്കും. ഒരു വര യു എന്ന് വരും. റായിന്റെ അലിപ്പിടുമ്പോഴത്തേക്ക് നമ്മൾ എക്സിറ്റ് വരെ തോന്നും. പിന്നെ ഒരു സീനിന് ഒരു വര, പിന്നെ ബാക്കി ഒരു വര. ഫെയിൽഡ് എന്ന് എഴുതിയതാണ് റാസിബ്. നാജിഹ് ആണെങ്കിൽ നാജിഹ് എന്ന് എഴുതും. പാസ് ആയി. അപ്പൊ അതാണ് ഉലൈക ഹുന്നർ റാസിബാത്ത്. അസ്സാദിസ് മിന്ന മൻ യുരീദു. മിന്ന മൻ യുരീദു എന്ന പോയിന്റിൽ ഹാദിഹി മിൻ, മിന്ന മൻ യുരീദു എന്ന ഒരു പോയിന്റ് വന്നായിരുന്നു പാഠത്തിൽ. ആ പോയിന്റിൽ അല്ലെങ്കിൽ ആ സെന്റൻസിൽ ഹാദിഹി, അതിലുള്ള ഹാദിഹി എന്നത് മിൻ, ഹാദിഹി ഹാദിഹി എന്നല്ല, ഹാദിഹി മിൻ അത്തബഈദിയ്യതു. ഈ പറഞ്ഞ മിൻ, മിന്ന എന്ന് പറഞ്ഞാൽ എന്താണ്ട്? മിൻ അധികം നഹ്നു അല്ലേ മിന്ന. ആ മിന്നയിലെ മിൻ, ഹാദിഹി മിൻ അത്തബഈദിയ്യതു. ഈ പറഞ്ഞ മിൻ എന്താണ്? തബഈദിയ്യത്താണ്. തബഈദിയ്യത്ത്. തബഈദിയ്യത്തിലെ മൂന്നക്ഷരം പറയാമോ?
3 അടിസ്ഥാന അക്ഷരം. ബാവ. ബഅദ്. ബാവ. ബഅദ്. തബഅല്ല. ബാവ്. ബാവ. ഏതെങ്കിലും 3 അക്ഷരം നോക്കിയാൽ പോരാ, അത് നോക്കണം. ഈ അധികമായി വരാൻ പറ്റാത്ത അക്ഷരങ്ങൾ ഏതാണ്? ബ അധികമായി വരില്ല, അതിന് അധികമായി വരില്ല, ബ അധികമായി വരില്ല. വരുമോ? വേറെ താഴൊക്കെ വരും. യഖൂലു എന്നുള്ള തഖൂൽ എന്നായപ്പോ തന്നെ താവുന്നു. പിന്നെ തദക്കറ ഗ്രൂപ്പിൽ തായുണ്ട്, തബാറക്ക ഗ്രൂപ്പിൽ തായുണ്ട്. അപ്പൊ താഴൊക്കെ അധികമായി വരുന്നതാണ്. അതേസമയം വ്യക്തമായി 3 അക്ഷരമുണ്ട്. ബ ഒരിക്കലും അധികമായി വരില്ല, അതിനൊരിക്കലും അധികമായി വരില്ല, ബാദ് ഒരിക്കലും അധികമായി വരില്ല. അപ്പൊ ബഅദ് എന്നതാണ് അതിലെ 3 അടിസ്ഥാന അക്ഷരം. ബഅദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ച്. അപ്പൊ ഇത് മിൻ അത്തബഈദിയ്യത്തു, കുറച്ച് പറയാൻ വേണ്ടിയുള്ള, കുറച്ച് അല്ലെങ്കിൽ എടുത്തു പറയാൻ വേണ്ടിയുള്ള മിന്നാണ്. കുറച്ച് എടുത്തു പറയാൻ വേണ്ടിയുള്ള മിന്നാണ്. ചുരുക്കി പറയാനല്ല അല്ലെ? ചുരുക്കി പറയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖ്തസറാണോ? ചുരുക്കി പറഞ്ഞാൽ സംഗ്രഹം എന്ന ചുരുക്കലാണോ? ആ ചുരുക്കലല്ല ഇത്. സംഗ്രഹം എന്ന ചുരുക്കലല്ല. കുറച്ച്, കൂടുതലുള്ളതിൽ നിന്നും കുറച്ച്. ഇവിടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം കുൽ മിൻ ഹാദ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്ന് കുറച്ച് തിന്നോന്നാണ്. ഇതിൽ നിന്നും തിന്നോ. നമ്മൾ നിന്നും എന്ന് മിന്നിന് നമ്മൾ നിന്നും എന്ന് അർത്ഥം പറയുമ്പോൾ മലയാളത്തിൽ അത് സർവ്വസാധാരണമായിട്ട് എവിടെ ഉപയോഗിച്ചാലും പ്രശ്നം വരുന്നില്ല. അതേസമയം അറബിയിൽ അത് വ്യക്തമാക്കി തരേണ്ടതുണ്ട്. ഉദാഹരണം മിനൽ മദ്രസത്തി അല്ലെങ്കിൽ മിനൽ ബൈത്തി ഇലൽ മദ്രസത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീട്ടിൽ നിന്നും മിനൽ ബൈത്തി ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക് എന്നാണ്. അപ്പൊ എന്താണ്? അവിടെ 2 ബൗണ്ടറി പറയുന്നതാണ്. മിൻ പറഞ്ഞ എന്തിനാണ്? ഒരു ബൗണ്ടറിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, അടുത്ത ബൗണ്ടറിയിലേക്ക്. അതേസമയം ഇവിടെ മിൻ കുൽ മിൻ ഹാദ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അറ്റത്ത് തിന്നാൻ വേണ്ടിയാണോ? അല്ല, അവിടെ ബൗണ്ടറി അല്ല. ഇതിൽ നിന്നും കുറച്ച് തിന്നോ എന്ന അർത്ഥത്തിലാണ് മിൻ ഉപയോഗിക്കുന്നത്. എന്തിനാണ്? കുൽ ഹാദ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ തിന്നോ എന്നാണ്. കുൽ മിൻ ഹാദ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും തിന്നോ, ഇത് നിനക്ക് വേണ്ടത്ര തിന്നോ എന്നർത്ഥം. അതാണ് തബഈദിയ്യത്ത് എന്ന് പറയുന്നത്, കുറച്ചെടുക്കൽ. ചുരുക്കി പറയാനല്ല, കുറച്ച് എടുക്കൽ. തബഈദിയ്യത്ത്. ഫമഅന മിന്ന, അപ്പോൾ മഅന മിന്ന, മിന്ന എന്നതിന്റെ മഅന മീനിങ് എന്താവും? ബഅദുന, ഞങ്ങളിൽ ചിലർ. നമ്മള് ആ ഖുർആനിലൊക്കെ അർത്ഥം പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. കാരണം അത് പരിഭാഷ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ അങ്ങനെ പറഞ്ഞു പോയാണ്. നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത്. വമിൻഹും മൻ യഖൂലു എന്ന് പറഞ്ഞാൽ അവരിൽ ചിലരുണ്ട്, അങ്ങനെ പറയുന്ന ചിലരുണ്ട് എന്നല്ലേ നമ്മൾ പരിഭാഷ പറയുന്നു. അപ്പൊ അതേപോലെ അങ്ങനെയാണ് മിന്ന എന്ന് പറഞ്ഞാൽ ബഅദുന, ഞങ്ങളിൽ ചിലർ എന്നാണ് അതിന്റെ അർത്ഥം. ഇലൈക അംസിലത്തൻ ഉഖ്റ, യു ഹാവ് മോർ എക്സാമ്പിൾസ്. മറ്റ് ഉദാഹരണങ്ങൾ കണ്ടോളൂ. അതിലൊന്നാണ് നമ്മളിപ്പോ പറഞ്ഞത് കുൽ മിൻ ഹാദ, ഇതിൽ നിന്നും തിന്നു. മിനത്തുല്ലാബി മൻ യഅരിഫു, അപ്പൊ മിനത്തുല്ലാബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥികളിൽ ചിലരുണ്ട്. മൻ യഅരിഫു, അറിയുന്നവനായവൻ. അൽ ഇംഗ്ലീസിയത്തു, ഇംഗ്ലീഷ് ഭാഷ. വമിൻഹും മൻ യഅരിഫുൽ ഫ്രൻസിയ്യത, ഫ്രഞ്ച് അറിയുന്നവരും ചിലരുണ്ട്. അപ്പൊ ഇനി നമ്മൾ മിൻ വരുന്നിടത്തൊക്കെ അങ്ങനെ വെച്ച് നോക്കാം. ഫ്രം ടുവിന്റെ അർത്ഥത്തിലല്ലാതെ മീൻ വരും. قال تعالى ومن الناس من يقول آمنا بالله. ومن الناس എന്താ അർത്ഥം? ജനങ്ങളിൽ ചിലരുണ്ട്. അപ്പൊ ഈ ചിലരെന്ന അർത്ഥം എവിടെ നിന്ന് കിട്ടിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. ഇതെന്താണ്? തബഈദിയ്യത്തിന്റെ മീനാണ്. അതുകൊണ്ടാണ് ചിലർ എന്ന അർത്ഥം കിട്ടിയത്. മിനന്നാസി, ജനങ്ങളിലുള്ള ചിലർ, കുറച്ചു പേർ. മൻ യഖൂലു, പറയുന്നവനായവൻ.
ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി, ഞങ്ങൾ അള്ളയിലും അന്ത്യദിനത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ചിലരുണ്ട്. വമാഹും ബിമുഅ്മിനീൻ, അവർ യഥാർത്ഥത്തിൽ വിശ്വാസികൾ അല്ല. വിശ്വാസികൾ അല്ല. 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 الرابع وقوله تعالى ومما رزقناهم ينفقون. ബക്കറ 3-ാമത്തെ ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ومما رزقناهم ينفقون. അപ്പോ وما رزقناهم ينفقون എന്നല്ല, നാം അവർക്ക് നൽകിയതിനെ ചെലവഴിക്കുന്നവർ എന്നല്ല പറഞ്ഞു. ومما رزقناهم, നാം അവർക്ക് നൽകിയതിൽ ചിലത് അവരെന്ത് ചെയ്യും? ചെലവഴിക്കുന്നു. കുറച്ച് മതി. കുറച്ച് ചെലവഴിക്കും, പൂർണ്ണമായിട്ടല്ല. അൽഖാമിസ് അൻത മിൻ അഹ്സനി തുല്ലാബ്, അൻത മിൻ അഹ്സനി തുല്ലാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നല്ല വിദ്യാർത്ഥികളിൽ നിന്ന് വിദ്യാർത്ഥികളിൽ പെട്ടവനാണ്. അതായത് നല്ല വിദ്യാർത്ഥികളിലുള്ള കുറച്ചു പേരുണ്ട്, അവരിൽ പെട്ടവനാണ് നീ. അടുത്തത് അഫഇശ്ത ഫീ ഫിറൻസ. അഫഇശ്ത ഫീ ഫിറൻസ അടുത്ത യൂസേജ് ആണ്. അപ്പോ ഇവിടെ എന്താ വാക്ക്? അഫഇശ്തയിലുള്ള ഫെയിൽ എന്താണ്? ആശ എന്ന വാക്ക് എന്ന ഫെയില്, അതിന്റെ ഇസ്ത നീ ജീവിച്ചു, ആശ അവൻ ജീവിച്ചു, ഇസ്ത നീ ജീവിച്ചു. അതിന്റെ കൂടെ ഹംസും ഫായും ചേർത്തിട്ടു. അതിനെ കുറിച്ചാണ് പറയുന്നത്. ഹംസത്തുൽ ഇസ്തിഫ്ഹാം, ഹംസത്തുൽ ഇസ്തിഫ്ഹാം. അൽ ഇസ്തിഫ്ഹാമിന്റെ ഈ എന്താണ്? ഹംസത്തുൽ വസ്ല. അതുകൊണ്ട് ഹംസത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇസ്തിഫ്ഹാം എന്നാണ് പറയുന്നത്. അല്ലിനാണ് ഹെസ് കൊടുക്കുന്നത്. രണ്ട് സുക്കൂനുള്ള അക്ഷരങ്ങൾ ഒരുമിച്ച് വന്നാൽ ആദ്യത്തെ സുക്കൂനാണ് മാറ്റുന്നത്. ഹംസത്തുൽ ഇസ്തിഫ്ഹാമി, ചോദ്യത്തിന്റെ ഹംസ്. തതഖദ്ദമു, തഖദ്ദമ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകടക്കും. തതഖദ്ദമു, ഖദ്ദമ മുന്തിച്ചു, തഖദ്ദമ മുൻകടന്നു. ഖദ്ദമ മുന്തിച്ചു, തഖദ്ദമ മുൻകടന്നു. തഖദ്ദമ മുൻകടന്നു, തതഖദ്ദമു അത് മുൻകടക്കും. അലാ ഹുറൂഫിൽ ആതുഫി, അലാ ഹുറൂഫിൽ ആതുഫ്. നമ്മൾ വാവുൽ ആതുഫ് മാത്രമേ പഠിച്ചുള്ളൂ. ഫാഉം ആതുഫിന്റെ അക്ഷരമാണ്. ഫാഉം എന്താണ്? ആതുഫിന്റെ അക്ഷരമാണ്. അപ്പൊ അങ്ങനെയുള്ള വാവ് ഫാ പോലുള്ള ആതുഫിന്റെ അക്ഷരങ്ങളിലേക്ക് മുമ്പ് വരും. ആര് വരും? മുൻകടക്കും. ആര്? ഹംസത്തുൽ ഇസ്തിഫ്ഹാം, ക്വസ്റ്റ്യന്റെ ഹംസ്. ചോദ്യത്തിന്റെ ഹംസ് ഹുറൂഫുൽ ആതുഫിന്റെ മുമ്പ് വരും. ഉദാഹരണം അവലം യൻദുറു, അവലം യൻദുറു. അപ്പൊ വലം യൻദുറു എന്നതാണ് വാക്ക്. അവന്റെ കൂടെ വാ വന്നിരിക്കെ പിന്നീട് ഹംസത്തുൽ ഇസ്തിഫ്ഹാം ചേർത്താൽ വ അലം യൻദുറു എന്നല്ല ചോദിക്കുക. അലം യൻദുറു എന്നാണ് ശരിക്കും അർത്ഥമുള്ളത്. അലം യൻദുറു അവർ നോക്കിയിട്ടില്ലേ എന്നാണ്. അലം യൻദുറു അവർ നോക്കിയിട്ടില്ലേ. അതിന്റെ കൂടെ വാ വന്നപ്പോ എന്തായി? വാ എവിടെ വരിക? ഹംസത്തിന്റെ ശേഷമാണ് വരിക. അല്ലെങ്കിൽ വാവുൽ ആതുഫിന്റെ മുമ്പാണ് ഹംസത്തുൽ ഇസ്തിഫ്ഹാം ചോദ്യത്തിന്റെ ഹംസ് വരേണ്ടത്. ഡോക്ടറുടെ ശബ്ദം എപ്പോഴാണ് കേട്ടത്? നേരത്തെ ഉണ്ടായിരുന്നല്ലേ? അത്തുഫ് എന്ന് പറഞ്ഞാൽ മുമ്പ് കടന്നു പോയതിനോട് ബന്ധപ്പെടുത്തുന്നതിനാണ് അത്തുഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആൻഡ് വരുമ്പോഴാണ് മുമ്പ് കടന്നുപോയതിനോട് ബന്ധപ്പെടുന്നതാണ് മുമ്പ് പറഞ്ഞത്. വാവൽ അത്തുഫ് എന്ന് നമ്മൾ പറഞ്ഞു. വാവൽ അത്തുഫ് എന്ന് പറഞ്ഞു. അതേപോലെ മുമ്പ് കടന്നതിനോട് ബന്ധപ്പെടുത്തുന്ന ഒരു അക്ഷരമാണ് ഫാ. ഓക്കെ. പക്ഷെ നമ്മൾ എന്നുള്ള അർത്ഥമല്ല ഫാന് വരുന്നത്. അങ്ങനെ, അതിനാൽ, അപ്പോൾ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഫാന് വരുന്നത്. അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മറ്റതിനോട് ബന്ധപ്പെടുത്തി എന്ന് നമുക്ക് പറയേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് അപരിചിതമായിട്ട് നമുക്ക് തോന്നുന്നത്. ആത്തുഫിന്റെ അക്ഷരമായിട്ട് നമ്മൾ പറയാറില്ല.
പറയാറില്ലാത്തത് നമുക്ക് എന്താണോ ആവശ്യമുള്ളതിന് മാത്രമേ നമ്മൾ പറയുന്നു. ചിലപ്പോൾ ഗ്രാമർ പറയുന്ന സമയത്തൊക്കെ ഈ ഫാഇനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും അർത്ഥത്തിന്റെ അക്ഷരമാണ് എന്ന്. അപ്പൊ ഗ്രാമർ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുമ്പോഴേ അങ്ങനെ വരുള്ളൂ. അതിലൊരു സന്ദർഭമാണ് ഇത്. അതുകൊണ്ടാണ് അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫാഇൽ ആത്തുഫാണത്. അപ്പൊ ആ ഫാഇന്റെ മുമ്പാണ് ഹംസ വന്നിരിക്കുന്നത്. ആ ഇഷ്ട എന്നാണ് ചോദ്യം. ആ ഇഷ്ട ഫി ഫറൻസ എന്നാണ്. ഇഷ്ട ഫി ഫറൻസ, നീ ഫ്രാൻസിൽ ജീവിച്ചിട്ടുണ്ടോ, താമസിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ ഫാഉൽ എന്താണ്, ഫാഉൽ ആത്തുഫ്. അപ്പൊ ഫാ അതിന്റെ കൂടെ വന്നപ്പോ അപ്പൊ നീ താമസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നീ താമസിച്ചിട്ടുണ്ടോ എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വന്നപ്പോഴാണ് ഫാ വന്നത്. അപ്പൊ ആ ഫാ വരുമ്പോൾ ഫ ഇഷ്ട എന്നല്ല വരിക. അപ്പോൾ അ ഇഷ്ട എന്നല്ല, ഫ അ ഇഷ്ട എന്നല്ല വരേണ്ടത്. മറിച്ച് എന്താണ്, ആ ഫ ഇഷ്ട എന്നാണ് ചോദിക്കേണ്ടത്. ഈ ഫ എന്ന ഒരുപാട് സന്ദർഭം ഖുർആനിൽ കാണാൻ പറ്റും. ഫായ്ക്ക് മുമ്പ് ഹംസത്ത് വന്നത്, ഹംസത്തുൽ ഇസ്തിഫാം. അതിൽ ചിലതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവലം യൻദുറു, അവിടെ വലം യൻദുറു എന്നാണ് വാക്ക്, അതിന്റെ കൂടെ ആ വന്നപ്പോൾ അവലം യൻദുറു എന്നായി. അപ്പൊ വാ കഴിഞ്ഞിട്ടല്ല അലം യൻദുറു എന്ന് ചോദിക്കേണ്ടത്. വ അലം യൻദുറു എന്നല്ല വരേണ്ടത്. മറിച്ച് എന്താണ്, അവലം യൻദുറു എന്നാണ് വരേണ്ടത്. അപ്പോ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അതായത് ഖുർആൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഖുർആൻ ഒരു സാഹിത്യമായ ഗ്രന്ഥം കൂടിയാണ്. ജീവിതവും തത്വജ്ഞാനവും തത്വവും തത്വസംഹിതയും ഒക്കെ അടങ്ങിയതാണ് ഖുർആൻ. അതോടൊപ്പം സാഹിത്യത്തിന്റെ മികച്ച ഉദാഹരണമാണ്, ഏറ്റവും മികച്ച എന്ന് തന്നെ പറയാം ഉദാഹരണമാണ്. ഖുർആൻ പുതുതായി ചില സംഗതികൾ സാഹിത്യത്തിൽ പ്രയോഗിക്കുകയല്ല. മറിച്ച് എന്താണ്, ഭാഷയിൽ ഉള്ള സംഗതിയാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. ഖുർആൻ അവതരിക്കുന്ന കാലത്തിന് മുമ്പ് ഭാഷാ വിദഗ്ധന്മാർ, കവികൾ അവരുടെ കവിതകളിലും സാഹിത്യകാരന്മാർ അവരുടെ സാഹിത്യ സൃഷ്ടികളിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന അതേ ശൈലിയാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ നമ്മൾ ഖുർആൻ പഠിക്കുമ്പോഴത്തേക്ക് അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഭാഷയിൽ പ്രയോഗമുണ്ട്, അങ്ങനെയാണ് ഭാഷയിൽ പ്രയോഗിക്കേണ്ടത്. അപ്പൊ ഭാഷാപരമായ സംഗതികൾ തെറ്റിച്ചിട്ടല്ല ഖുർആനിൽ ഉണ്ടാവുക. വേറൊരു സംശയം ഉണ്ടായിരുന്നു. ഈ ഖദ്ദമ, തഖദ്ദമ, തതഖദ്ദമ, ഖദ്ദമ മുൻകടന്നു, അല്ലെ? ഖദ്ദമ മുന്തിച്ചു. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു, ഞാൻ മുന്തിച്ചതിനെ എനിക്ക് പുറത്തു തരണമെന്നാണ്. തഖദ്ദമ എന്ന് പറഞ്ഞാൽ മുൻകടന്നു, സ്വയം മുൻകടന്നു. ഉദാഹരണം നോക്കിയാൽ ദക്കറ, എന്താ അർത്ഥം? ഓർമ്മിച്ചു. അതിനൊക്കെ ആക്കി ശ്രദ്ധ കൊടുത്താൽ എന്താവും? ദക്കറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെ, ഇടയ്ക്ക് വേറെന്ന് പറയല്ലേ, ശ്രദ്ധ കൊടുത്താല് കൂടുതൽ ഓർമ്മിച്ചു എന്നല്ലേ? നന്നായി ഞാൻ ചോദിക്കുന്നതിന് മാത്രം നിങ്ങൾ പറയണം, മറുപടി പറയാം. വേറെ കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. ദക്കറ ഓർമ്മിച്ചു, ദക്കറ നസല ഇറങ്ങി, ഇറക്കി, തനസ്സല സ്വയം ഇറങ്ങി, തനസ്സലുൽ മലായികത്തു, അല്ലേ? തനസ്സലു എന്നുള്ളത് തതനസ്സലു എന്നാണ്. തതനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങി വരും. നസല ഇറങ്ങി, നസ്സല ഇറക്കി, തനസ്സല സ്വയം ഇറങ്ങി. അപ്പൊ അതേപോലെയാണ് ഖദ്ദമ മുന്തിച്ചു, തഖദ്ദമ മുൻകടന്നു, സ്വയം മുൻകടന്നു. അപ്പൊ തതഖദ്ദമു എന്ന് പറഞ്ഞാൽ ഹംസത്തുൽ ഇസ്തിഫ്ഹാമി തതഖദ്ദമു, അത് മുൻകടക്കും എന്ന് പറഞ്ഞാൽ അതെന്ത് വരും? അത് മുന്നേ വരും. അലൽ ഹറൂഫുൽ അത്ഫി, ഹറഫുൽ അത്ഫിന്റെ മുമ്പ്. നഹവ് അവലം യൻദുറു.
അപ്പൊ വാവ് എന്താണ്? വാവുൽ അത്ഫാണ്, മുമ്പേ ഉള്ളതിനോട് ബന്ധപ്പെടുത്തുന്നതിനാണ് വാവുള്ളത്. ലം യൻദുറു എന്നതാണ് അവിടെ പദങ്ങൾ. അതിന്റെ മുമ്പേ വലം യൻദുറു എന്ന് വാ വന്നത് കൊണ്ട് അതിനും മുമ്പെയാണ് ഹംസത്തുൽ ഇസ്തിഫാം ചേർത്തത്. ചോദ്യം യഥാർത്ഥത്തിൽ ചോദ്യം അലം യൻദുറു എന്നാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാണ് ചോദ്യം. നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നതിന്റെ ചോദ്യത്തിന്റെ കൂടെ വാ ചേർന്നാൽ വ അലം യൻദുറു എന്നല്ല പറയുന്നത്, മറിച്ച് എന്താണ്? അവലം യൻദുറു. ഇതൊക്കെ റസൂൽ നബിയിൽ ഉമ്മിയാണെങ്കിൽ ഇത്രയും സാഹിത്യം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ റസൂൽ നബിയിൽ ഉമ്മിന്റെ കലിമത്തല്ല ഇതെന്താണ്? ഇത് അല്ലാഹ് സുബ്ഹാനഹു വ തആലയുടെ കലിമത്തുകളാണ്. അതുകൊണ്ടാണ് സാഹിത്യം കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അഫലം യസീറു, അപ്പൊ ലം യസീറു എന്ന വാക്യം, ലം യസീറു അവർ സഞ്ചരിച്ചിട്ടില്ല. അതിന്റെ കൂടെ ചോദ്യം വന്നു അലം യസീറു എന്നാണ്. അപ്പൊ അവർ സഞ്ചരിച്ചിട്ടില്ലേ. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ എന്തുണ്ട്? ഒരു ഫാ ഉണ്ട്. അങ്ങനെ ഫാ വന്നത് കൊണ്ട് ലം അലം യസീറു എന്നല്ല വരിക, അഫലം യസീറു എന്നാണ് വരിക. അവർ സഞ്ചരിച്ചിട്ടില്ലെന്നുമാണോ? അസുമ്മ ഇദാ മാ വഖഅ ആമൻതും ബിഹി. സുമ്മ, അപ്പൊ സുമ്മ എന്താണ്? ഹുറൂഫുൽ അത്ഫിൽ പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അതെ. ആ, അപ്പൊ ഹുറൂഫുൽ അത്ഫ് മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. വാവ്, ഫാ, സുമ്മ. സുമ്മ അങ്ങനെ പഠിക്കുന്നതാണ് എളുപ്പം. നമ്മൾ എണ്ണി പഠിക്കുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ഒരു പോയിന്റ് ആയിട്ട് എടുത്തു പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും കാര്യം ചിന്തിച്ചത്. അല്ലെങ്കിൽ ഖുർആൻ വായിച്ച് നമ്മൾ ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഹംസത്തുൽ ഇസ്തിഫ്ഹാം ഹുറൂഫുൽ അത്ഫിന്റെ മുമ്പേ കടന്നു മുമ്പേ വരും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഖദ്ദമീൻ തഖദ്ദമയെ കുറിച്ച് ഓർമ്മയും വരുന്നത്. സൂറത്ത് ഹുജറാത്തിലാണെന്ന് തോന്നുന്നു ഖദ്ദമയും തഖദ്ദമയും ഒരുമിച്ച് വന്നിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ. ഖദ്ദിമു ബൈന യദൈന ജുവാക്കും, സൂറത്തിലത് അവിടെ വരുന്നുണ്ട്. സാർ, ഈ ഒന്നാമത്തത് അവലം യൻദുറു എന്നുള്ളത് അവർ കണ്ടിട്ടില്ലേ എന്നല്ലേ സാർ പറഞ്ഞ? നിങ്ങൾ, അതാണ് ഏതാ ശരി? ഏതായിരിക്കും ശരി? എന്നുവെച്ചാൽ അവർ രണ്ടാമത്തെ കണ്ടില്ലേ? ഏതായിരിക്കും ശരി? അല്ല, പറയട്ടെ, സഹോദരി തന്നെ പറയട്ടെ. അവർന്നല്ലേ ശരി? സാറ് പറഞ്ഞത് നിങ്ങൾ എന്നാണ്, അതാണ് ചോദിച്ചത്. സംശയം ഏതായിരിക്കും ശരി നിങ്ങൾ പറയും. അവർ കണ്ടിട്ടില്ലേ? സാറ് പറയലും തെറ്റ് ഉണ്ടാകാം, മനുഷ്യനല്ലേ. അങ്ങനെയല്ല, സംശയം തീർക്കുന്നതാണ്. ചിലപ്പോ നമ്മൾ തെറ്റാ വിചാരിക്കുന്നുണ്ടെങ്കിൽ. എന്ന് പറഞ്ഞാൽ അവര് നോക്കുന്നല്ലേ. അതെ, അതാണ്. നിങ്ങളെന്തെങ്കിലും അർത്ഥം വരും. അല്ല സാറ് നിങ്ങളുടെ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, തെറ്റെല്ലാവർക്കും സംഭവിക്കാമല്ലോ. അതെ. അവലം യൻദുറു, അവർ കണ്ടിട്ടില്ലേ, അവർ നോക്കിയിട്ടില്ലേ എന്നാണ്. ഓക്കെ, അഫലം യസീറു, അവർ സഞ്ചരിച്ചിട്ടില്ലേ. അസുമ്മ ഇദാ മാ വഖഅ ആമൻതും ബിഹി. ഓക്കെ, എന്തായിരിക്കും എന്റെ അർത്ഥം? സംഭവിച്ചതിന് ശേഷമാണോ നിങ്ങൾ ആമൻതും ബിഹി. സൂറത്ത് യൂനുസില് ആൽ ആന എന്ന് ചോദിക്കുന്നില്ലേ, ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത് എന്ന്? ആ ഭാഗമാണ്.
സുമ്മ ഇദാ മാ വഖഅ ആമൻതും ബിഹി. അപ്പോ ഇദാ മാ വഖഅ എന്നാണ് ചോദ്യം. ഇദാ മാ വഖഅ സംഭവിച്ചതിന് ശേഷമാണോ? അപ്പോൾ സുമ്മ വന്നപ്പോ എന്തായി? അതിനും മുമ്പാണ് ഹംസത്തുൽ ഇസ്തിഫ്ഹാം. നേരത്തെയൊക്കെ ഒറ്റ അക്ഷരമായതുകൊണ്ട് അവിടെ നമുക്ക് വായും അതൊക്കെ ചേർന്ന് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. വലം യന്നുറു ആയും വലം യന്നുറും കൂടെ വലവും കൂടെ ഒരുമിച്ചിട്ടുണ്ടാവും. അതേപോലെ ഫ വന്നപ്പോഴും അഫ ഇഷ്ട എന്ന് വന്നു. അപ്പോൾ ഇഷ്ടയും ഫായും ആയും ഒക്കെ ഒരുമിച്ചിട്ടുണ്ടാവുക. ഇവിടെ എന്താണ്? സുമ്മ. ഇപ്പൊ സുമ്മ എന്നുള്ള ഒന്നിലധികം അക്ഷരമുള്ളതാണ്. അപ്പോൾ സുമ്മയ്ക്ക് ശേഷം വേറെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഫിറൗന്റെ സംഭവമല്ല അത്. അവർക്ക് ശിക്ഷ ഇറങ്ങിയ സന്ദർഭത്തിൽ അള്ളാഹ് ചോദിക്കുന്നതാണ്. അതാണ് ഞാൻ ആയത്തെടുത്ത് നോക്കിയത്. അറഅയ്തും മിൻ അതാകും അസാബുഹു ബയാതൻ ഔ നഹാറൻ മാദാ യസ്തഅജിലു മിൻഹുൽ മുജ്രിമൂൻ. അവർക്ക് ശിക്ഷ രാവിലെയോ വൈകുന്നേരമോ, അതാകും അസാബുഹു ബയാതൻ ഔ നഹാറൻ, രാത്രിയോ പകലോ ശിക്ഷ അവർക്ക് വന്നു കഴിയുമ്പോൾ മാദാ യസ്തഅജിലു മിൻഹുൽ മുജ്രിമൂൻ, അവരെന്തിനെയാണ് സത്യനിഷേധികൾ എന്ത് കാര്യത്തിലാണ് ധൃതി കാണിക്കുന്നത്? സുമ്മ ഇദാ മാ വഖഅ ആമൻതും ബിഹി. അവർക്ക് ശിക്ഷ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ വിശ്വസിക്കാൻ പോവുകയാണോ? പരിഭാഷ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നിട്ട് അത് അനുഭവിക്കുമ്പോഴാണോ നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നത് എന്നാണ്. ഐദാമ വഖ, ശിക്ഷ സംഭവിച്ചു കഴിയുമ്പോഴാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതിൽ വിശ്വസിക്കുന്നത് എന്നാണ്. അപ്പൊ ഇദാമ വഖ എന്നതാണ് ചോദ്യം. അതിന്റെ കൂടെ സുമ്മ വന്നപ്പോൾ എന്തായി? സുമ്മയ്ക്ക് മുമ്പാണ് ആവരേണ്ടത്. അസുമ്മ ഇദാ മാ വഖഅ ആമൻതും ബിഹി വഅഖവാതുഹാ തതഅഖറു അൻ ഹുറൂഫിൽ അത്ഫി. വഅഖവാതുഹാ, അതിന്റെ സഹോദരിമാർ, അൻ ഹുറൂഫിൽ അത്ഫി. ഇപ്പൊ വഅഖവാതുഹ എന്ന് പറഞ്ഞാൽ ഏതിന്റെ സഹോദരിമാരാണ്? ഹുറൂഫുൽ അത്ഫ് അല്ല. അഖവാതുഹ എന്ന് പറഞ്ഞാൽ അഖവാതു ഹംസത്തുൽ ഇസ്തിഫാം. ചോദ്യത്തിന്റെ ഹംസ്, ആ ചോദ്യത്തിന്റെ ഹംസിന്റെ സഹോദരിമാർ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാനുള്ള പദങ്ങൾ, മറ്റു പദങ്ങൾ, ചോദ്യം ചോദിക്കാനുള്ള മറ്റു പദങ്ങൾ. ഉദാഹരണം ഹൽ പോലെ. ഹൽ ആണോ ഉണ്ടോ, ആണോ ഉണ്ടോ എന്ന് ചോദിക്കുന്നല്ലേ ആ. അതേപോലെ ഹൽ. അഖവാതുഹ തതഅഖറു. അപ്പൊ തഖദ്ദമു എന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? തഖദ്ദമു. തഖദ്ദമയുടെ ഓപ്പോസിറ്റ് ആണ് തഅഖറ. തതഖദ്ദമു തതഅഖറു. അഖവാതുഹ തതഅഖറു, അതിന്റെ സഹോദരിമാർ എന്ത് ചെയ്യും? പിന്തി വരും. അൻ ഹുറൂഫുൽ അത്ഫി, ഹുറൂഫുൽ അത്ഫിന്റെ പിന്നിൽ. ഹുറൂഫുൽ അത്ഫിനേക്കാളും പിന്തി വരും. ഹുറൂഫുൽ അത്ഫിന്റെ ശേഷമാണ് വരിക, അല്ലെങ്കിൽ ഹർഫുൽ അത്ഫിന്റെ ശേഷമാണ് വരിക. ഉദാഹരണം ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ. അപ്പൊ ഹൽ എന്താണ്? ഹർഫുൽ അത്ഫാണ്. ഹർഫുൽ അത്ഫാണ്. സോറി, ഹൽ എന്താണ്? ഇസ്തിഫാമിന്റെ പദമാണ്. നേരത്തെ പറഞ്ഞ പിന്നെ ഉഖ്തു ഹംസത്തു ഇസ്തിഫാം പറഞ്ഞില്ലേ, അഖവാതുഹ എന്ന് പറഞ്ഞു. ഹൽ ചോദ്യത്തിന്റെ പദം. ഫ എന്താണ്? ഹർഫുൽ അത്ഫ്. അപ്പൊ ഹർഫുൽ അത്ഫിന്റെ മുമ്പേ അല്ല വരുന്നത് ഏത്? ചോദ്യത്തിന്റെ പദം. അപ്പൊ ചോദ്യത്തിന്റെ പദം ചോദ്യത്തിന്റെ ഏത് പദമാണ്?
ഹർഫുൽ അത്ഫിനേക്കാൾ മുന്തി വരിക ഹംസത്തുൽ ഇസ്തിഫ്ഹാം മാത്രമാണ്. ചോദ്യത്തിന്റെ ഹംസ് മാത്രമാണ് വായുടെയും ഫായുടെയും സുമ്മയുടെയൊക്കെ മുമ്പേ വരുന്നത്. ബാക്കിയുള്ളതൊക്കെ പദങ്ങളുടെ ഘടനയോട് ചേർന്നാണ് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവലം യൻദുറു എന്നത് അലം യൻദുറു എന്നാണ് വരേണ്ടത്. അവിടെ ഹർഫുൽ അത്ഫ് വന്നപ്പോൾ എന്തായി? ഹംസത്തുൽ ഇസ്തിഫ്ഹാം മുമ്പേ വന്നു. അതേസമയം ഹംസത്തുൽ ഇസ്തിഫ്ഹാമിന്റെ സഹോദരി ഹല്ലിനെ പോലുള്ള സഹോദരിമാർ വരുമ്പോൾ എന്താവും? ഹർഫുൽ അത്ഫിന്റെ ശേഷം തന്നെ വരുള്ളൂ. ഹർഫുൽ അത്ഫിന്റെ ശേഷമേ വരുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഫ ഹൽ യുഹ്ലകു. നേരത്തെ പറഞ്ഞത് ഫലം യസീറുവിന്റെ കൂടെ മുമ്പ് കൂടെ ഹംസത്തുൽ ഇസ്തിഫ്ഹാം വന്നപ്പോ അതിന് മുമ്പാണ് വന്നത്. അതേസമയം ഹല്ലിന് ശേഷം ഹല്ല് വരുമ്പോൾ അത്ഫിന്റെ പദത്തിന് ശേഷമാണ് ചോദ്യത്തിന്റെ പദം വരിക. ഫഹൽ യുഹ്ലകു അത് നോർമൽ തന്നെയാണ്, അതിൽ വേറെ ഒന്നും പറയാനില്ല. ഹംസത്തുൽ ഇസ്തിഫ്ഹാം മാത്രമാണ് വായുടെയും ഫായുടെയും മുമ്പേ വരിക. ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ. അധർമ്മകാരികളായ സമൂഹമല്ലാതെ നശിപ്പിക്കപ്പെടുമോ? അദ്ഖിൽ വാവുൽ അത്ഫി അലാ ഹാതൈനിൽ ജുംലതൈൻ. രണ്ട് പദങ്ങൾ കണ്ടിട്ടുണ്ട്, രണ്ട് സെൻസ് കണ്ടിട്ടുണ്ട്. അദ്ഖിൽ വാവുൽ അത്ഫ്, വാവുൽ അത്ഫ് ചേർക്കണം. വാവുൽ അത്ഫ് ചേർക്കണം, അദ്ഖിൽ പ്രവേശിപ്പിക്കണം. അലാ ഹാതൈനിൽ ജുംലതൈനി ഇൻ ദീസ് ടു സെന്റൻസസ്, ഈ രണ്ട് വാക്യങ്ങളിൽ. അജാഅൽ മുദർരിസൂന ജുദുദുൻ. അജാഅ മുദർരിസൂന ജുദുദുൻ. അജാഅ മുദർരിസൂന ജുദുദുൻ. അപ്പൊ അങ്ങനെ അവജാഅ മുദർരിസൂന ജുദുദുൻ. രണ്ടാമത്തെ ഉദാഹരണത്തിന് ഹൽ ഹാദാ ജായിസ് എന്നിടത്ത് എന്ത് വരും? വായാണ്, വായ എടുക്കാൻ പറയും, ഫായ എടുക്കാൻ പറയും. വഹൽ വാവുൽ അത്ഫാണ്. വഹൽ എല്ലാ സ്ഥലത്തും ഹല്ലിന്റെ കൂടെ ഫായെന്ന് വരണമെന്നില്ല. വഹൽ വഹൽ ഹാദാ ജായിസിൻ. അപ്പൊ ഇവിടെ ഹംസത്തിന് ശേഷം വാ ചേർക്കണം. രണ്ടാമത്തേല് ഹല്ലിന് മുമ്പ് ചേർക്കണം. അസാമിന നുഖ്തത്തു സാമിന, എട്ടാമത്തെ പോയിന്റ്. വഇദ് ഖാല ഇബ്രാഹിമു പോലെ ഇവിടെ സന്ദർഭങ്ങളിൽ ഇദ് എന്ന പദം മഫ്ഊലുൻ ബിഹി, അതൊരു മഫ്ഊലുൻ ബിഹിയാണ് യഥാർത്ഥത്തിൽ. ലിഫിഅലിൻ മഹ്ദൂഫിൻ, കളയപ്പെട്ട ഒരു ഫിഅലിന്റെ. ഇത് വന്നു കഴിയുമ്പോൾ തഖ്ദീറുഹു, അതിന്റെ സങ്കല്പം എന്തായിരിക്കും? ഉദ്കുറു എന്നാണ്. അതാണ് നമ്മൾ പറയുന്നത് സ്മരണീയമാണ്. ഇത് ഖാല ഇബ്രാഹിമു അബീഹി എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ ബാപ്പയോട് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണെന്നൊക്കെ പറയുന്നത്. സ്മരണീയമാണെന്ന് ഇവിടെ നീട്ടിയത്, സ്മരണീയമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ശരിക്കും, നിങ്ങൾ അതിനെ ഓർക്കുക എന്നാണ് ശരിക്കും അതിന്റെ ആശയം. അത് അപ്പോൾ അത് മഫ്ഊലുൻ ബിഹി ആയിരിക്കും. ഉദ്കുറു എന്ന ക്രിയയുടെ മഫ്ഊലുൻ ബിഹി ആയിരിക്കും. ഉദ്കുറു എന്ന ക്രിയ അവിടെ പരാമർശിക്കുന്നില്ല. അങ്ങനെ ചില തഖ്ദീറുകളുണ്ട്. തഖ്ദീർ എന്ന് പറഞ്ഞാൽ വിധിയല്ല, സങ്കല്പം. ഫിഅലിൻ മഹ്ദൂഫിൻ, കളയപ്പെട്ട ഒരു ക്രിയയുടെ മഫ്ഊലുൻ ബിഹിയാണ്. തഖ്ദീറുഹു, അതിന്റെ സങ്കല്പം, കളയപ്പെട്ടത് എന്താണ് എന്ന് സങ്കല്പിക്കണം. ഉദ്കുറു, നിങ്ങൾ സ്മരിക്കൂ എന്ന വാക്കവിടെ കളയപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെ സാധാരണഗതിയിൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഉപയോഗിക്കപ്പെടാറുള്ളതാണ്. ആ രീതിയാണ് ഖുർആനും സ്വീകരിച്ചിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് നമ്മളെപ്പോലുള്ളവർക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണ് അർത്ഥം സങ്കല്പിക്കുന്നത്. അത്താസ്യ നുഖ്തത്തു താസ്യ, ഒൻപതാമത്തെ പോയിന്റ്. മൗത എന്ന വാക്കുണ്ട്.
ജംഉ മയ്യിത്ത്, അത് മയ്യിത്ത് എന്ന വാക്കിന്റെ എന്താണ്? ബഹുവചനമാണ്. ബഹുവചനമാണ്. അപ്പൊ മൗത്ത എന്നത് മയ്യിത്ത് എന്ന വാക്കിന്റെ ബഹുവചനമാണ്. വഹുവ അലാ വസിനി ഫഅല. അപ്പൊ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിജ്ലുൻ അല്ല, സദറുൻ സുദൂറുൻ, ജബലുൻ ജിബാലുൻ, ഹബലുൻ ഹിബാലുൻ എന്ന് പറയാൻ പറഞ്ഞു, പഠിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പൊ അതെന്തൊക്കെയാണ്? ആ ബഹുവചനത്തിന് ഒരു പാറ്റേൺ ഉണ്ട്. ഓരോ പാറ്റേണുകളിലായിരിക്കും ബഹുവചനങ്ങൾ വരിക. അല്ലാതെ ഓരോന്നിനും ഓരോ പാറ്റേൺ അല്ല, ഓരോന്നിനും ഓരോ രൂപമല്ല, മറിച്ച് എന്താണ്? പ്രത്യേകം പാറ്റേണുകൾ, ഘടനകളുണ്ട്. ആ ഘടനയിലാണ് ബഹുവചനങ്ങൾ വരിക. അപ്പൊ ഫഅല എന്നത് ഒരു പാറ്റേൺ ആണ്, ഒരു ഘടനയാണ്. ആ ഘടനയിലാണ് മൗത്ത എന്ന ബഹുവചനം വന്നിരിക്കുന്നത്. ബഹുവചനം വരുമ്പോൾ ഏകവചനത്തിനും ഒരു ഏകവചനം വന്നാൽ അതിന്റെ ബഹുവചനം ഇങ്ങനെ വരും എന്ന പാറ്റേൺ അല്ല, മറിച്ച് എന്താണ്? ബഹുവചനങ്ങൾ ഇന്ന ഇന്ന പാറ്റേണുകളിലൊക്കെ ആകാം. ജിബാലിൻ പോലെ വരാം, സുദൂറിൻ പോലെ വരാം, അങ്ങനെ വരാം, അസ്മാഇൻ പോലെ വരാം. അങ്ങനെ ബഹുവചനങ്ങൾക്കാണ് പാറ്റേൺ ഉള്ളത്. അപ്പോ മൗത്ത എന്നത് ഒരു പാറ്റേൺ ആണ്. വഹുവ അലാ വസിനി ഫഅല. അപ്പൊ നമ്മൾ ഫഅല കൊണ്ടാണ് കളിയെല്ലാം ഫഅല കൊണ്ടാണ്. അതുകൊണ്ട് ഫഅല എന്ന വസിൻ എന്നാണ് പറയുക. ഫഅല എന്നതാണ് അതിന്റെ വസിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മെഷർമെന്റ് സ്കെയിൽ. അതിനാണ് ഞാൻ പാറ്റേൺ എന്ന് പറഞ്ഞത്. അലാ വസിനി ഫഅല. അപ്പൊ ഫഅല എന്ന പാറ്റേണിലാണ് അത് വന്നിരിക്കുന്നത്. ഗൈരി മുനവ്വനിൻ. ഗൈരി മുനവ്വൻ എന്ന് പറഞ്ഞാൽ തൻവീൻ ചെയ്യപ്പെടാത്ത, ഗൈരി മുനവ്വനിൻ, തൻവീൻ ചെയ്യപ്പെടാത്ത. ലി അന്നഹു, ബിക്കോസ്. മംനൂഉൻ മിന സർഫ്, അത് മംനൂഉ മിന സർഫിൽപ്പെട്ട. അതെ, മൗത്ത ഫഅല എന്ന വസിന് മംനൂഉ മിന സർഫിലാണ്. ഹാത്തി ജമ്മൽ അസ്മാഇൽ ആതിയ അലാ വസിനി ഫഅല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ക്രിയകളെ, അല്ല നാമങ്ങളെ ഫഅല എന്ന വസിന് നമുക്ക് ബഹുവചനം ഉണ്ടാക്കാൻ പറ്റും. അതാണ് പാറ്റേൺ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം. മരീദുൻ എന്തായിരിക്കും? മരീദിന്റെ ബഹുവചനം മർള. വഇൻ കുന്തും മർള ഔ അലാ സഫരിൻ. അപ്പൊ മരീദിന്റെ ബഹുവചനമാണ് മർള. അപ്പൊ ഖതീലുൻ, ഖതീലിന്റെ ബഹുവചനം എന്തായിരിക്കും? ഖാത്തിലാണോ? ഇവിടെ എന്ത് വസിനിലാണ് പറയാൻ പറഞ്ഞത് ബഹുവചനം? മരീദിന്റെ ബഹുവചനം മർള, ഖതീലിന്റെ ബഹുവചനം ഖത്ല. ഖുർആനിലുണ്ടോ ഖത്ല? ഖത്ല ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി. അത്രേ പഠിച്ചില്ലേ? ഖത്ല. അപ്പൊ എന്താണ്? വധിക്കപ്പെട്ടവർ. ഖതീലുൻ, ഖതീലെന്താ? ഖതീല് ഹമീദിന്റെ അർത്ഥം എന്താ? ഏറ്റവും സൂപ്പർലേറ്റീവ് അല്ലേ? എല്ലാം സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്തുത്യർഹൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്തുതിക്കപ്പെട്ടവൻ. അതായത് ഇപ്പൊ ഹമീദ് റഹീം പോലെ അല്ല. ഹമീദ്, റഹീം എന്ന് പറയുന്നത് റാഹിമുൻ എന്നതിന്റെ സൂപ്പർലേറ്റീവ്. റഹിമ കരുണ ചെയ്തു, റാഹിമൻ കരുണ ചെയ്യുന്നവൻ, റഹീമുൻ അത്യധികം കരുണ ചെയ്യുന്നവൻ. അതേസമയം ഹമീദ എന്ന വാക്ക്
ഹമീദ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? മഫ്ഊൽ എന്ന വസനിലാണ്, എന്ന അർത്ഥത്തിലാണ്. മഹ്മൂദ് എന്ന അർത്ഥത്തിലാണ് ഹമീദ് ഉപയോഗിക്കുന്നത്. അതായത് റഹീം എന്ന പാറ്റേൺ 2 അർത്ഥത്തിൽ ഉപയോഗിക്കും. മുമ്പ് ഏതോ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റഹീം എന്ന ഘടന 2 അർത്ഥത്തിൽ ഉപയോഗിക്കും. ഒന്ന് സൂപ്പർലേറ്റീവ് ഓഫ് ഫാഇൽ, കർത്താവിന്റെ ആധിക്യത്തിന്റെ രൂപം. 2 കർമ്മത്തിന്റെ ആധിക്യത്തിന്റെ രൂപം. എല്ലാ നാമത്തിനും ഒരേപോലെ അല്ല. റഹീമിന്റെ അർത്ഥം റാഹിമിന്റെ സൂപ്പർലേറ്റീവ് ആണ്. ഹമീദിൻ്റെത് മഹ്മൂദിന്റെ സൂപ്പർലേറ്റീവ് ആണ്. അപ്പൊ ഖത്തീൽ ഏതിന്റെ സൂപ്പർലേറ്റീവ് ആണ്? മഖ്തൂലിന്റെ സൂപ്പർലേറ്റീവ്. ഖാത്തിലല്ല, മഖ്തൂലിന്റെ സൂപ്പർലേറ്റീവ്. വധിക്കപ്പെട്ടവൻ. അപ്പൊ അങ്ങനെയാണ്. അതിന്റെ ബഹുവചനം എന്താണ്? ഖത്തില. ഖത്തീലിന്റെ ബഹുവചനം ഖത്തില എന്നാണ്. അപ്പോ ഖാത്തിൽ എന്നല്ല, അതിന്റെ ആശയം മറിച്ച് എന്താണ്? മഖ്തൂൽ എന്നാണ്. ഖത്തീല് മഖ്തൂലിന്റെ അർത്ഥത്തിലാണ് ഖത്തീൽ വരുന്നത്. മഹ്മൂദ് എന്ന അർത്ഥത്തിൽ ഹമീദ് വരുന്നത് പോലെയാണ് ഖത്തീൽ വരുമ്പോൾ ഖാത്തിലിന്റെ സൂപ്പർലേറ്റീവ് ആയിട്ട് പരിഗണിക്കുകയില്ല. ഓരോ നാമത്തിലും ഓരോ രീതിയാണ്, ഓരോ ക്രിയയിലും ഓരോ രീതിയാണ് വരുന്നത്. ഓരോ നാമത്തിലും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരേപോലെ അല്ല, ചിലതിൽ ആ രീതിയിൽ, ചിലത് ഈ രീതിയിലായിരിക്കും. അതിന് റാഹിമിന് ഉദാഹരണമാണ്, സൂപ്പർലേറ്റീവ് ഓഫ് ദ ഫാഇലിന് ഉദാഹരണമാണ് റഹീം. സൂപ്പർലേറ്റീവ് ഓഫ് ദ മഫ്ഊലിന് ഉദാഹരണമാണ് മഹ്മൂദ്. ഇത് രണ്ടും നമുക്ക് അറിയുന്നതാണ്. ഹമീദ് നമുക്ക് രണ്ടും അറിയുന്നതാണ്. അത് ഓർമ്മിച്ച് വെച്ചാലും മതി. ഹമീദിനും റഹീമിനും ഒരേ രീതിയിലല്ല മീനിങ് വരുന്നത്. റഹീം സൂപ്പർലേറ്റീവ് ഓഫ് ഫാഇൽ, കർത്താവിന്റെ സൂപ്പർലേറ്റീവ് ആണ്. ഹമീദ് കർമ്മത്തിന്റെ സൂപ്പർലേറ്റീവ് ആണ്, മഹ്മൂദ്. ആ രീതിയിലാണ് ഖത്തീൽ വന്നിരിക്കുന്നത്. ഖത്തീൽ എന്ന് പറഞ്ഞാൽ വധിക്കപ്പെട്ടവൻ. അതിനാൽ ഖത്തീലിന്റെ ബഹുവചനമാണ് ഖത്ല. ഓക്കെ. അതേപോലെ ജരീഹ്, ജരീഹ് മുറിവേറ്റവൻ, അതും മഫ്ഊലിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. മഫ്ഊലിന്റെ അർത്ഥമാണ് ജരീഹ്. ജറഹ മുറിപ്പെട്ടു. അപ്പൊ ജറഹ എന്നാണ് അതിന്റെ ബഹുവചനം വരിക. ജറഹ. അസീറുൻ അസ്ര. അസീറുൻ അസ്ര. അസീർ എന്താണ്? സാറ യസീറും അല്ല. അസീർ എന്ന് പറഞ്ഞാൽ ബന്ധനസ്ഥൻ. തടവിലാണ്. അതെ, ബന്ധനസ്ഥൻ. എന്താണ് സഹോദരി പറഞ്ഞത്? അല്ലല്ല, ആ സഹോദരി അല്ല, വേറൊരു സൗണ്ട് കിട്ടും. ഞാൻ സിർ എന്നുള്ള അർത്ഥത്തിൽ, സിർ രഹസ്യമാക്കി എന്നുള്ളതിന്റെ അർത്ഥമാണോ? അല്ല, അത് അസറയാണ് രഹസ്യമാക്കിയത്. അസീർ ബന്ധനസ്ഥൻ. അസീർ. അസ്ര ബന്ധനസ്ഥർ എന്ന അർത്ഥത്തിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഏത് സൂറത്തിലാണെന്നുള്ളത് അസ്ര അല്ല. അതെന്താണ്? സഞ്ചരിച്ചു എന്നുള്ളതിന്റെ അസ്ര, സഞ്ചരിപ്പിച്ചു. നിങ്ങളെ സൗണ്ട് കുറെ നാളായല്ലോ കേട്ടിട്ട്. ഞാൻ രാവിലെ കുറച്ച് മദ്രസയിൽ പോയിരുന്നു. മദ്രസയിൽ പോയോ? ഒരു 2 മാസത്തോളം പഠിപ്പിക്കാൻ. ഒരാളുണ്ടായിരുന്നില്ല, അപ്പൊ അവിടെ പോയത്. നാട്ടിൽ തന്നെ മനസ്സിലായി. അവിടെ മദ്രസയിൽ, കേരളത്തിന്റെ മദ്രസയിൽ ലീവ് അതെ, ഉണ്ടായിരുന്നു. മഹല്ലിലെ മദ്രസയിൽ ആളില്ലായിരുന്നപ്പോ പകരം പോയി. അതെ, മഹല്ലിൽ. മദ്രസയിൽ മാത്രം പഠിച്ചോണ്ടിരുന്നാ പോരാ, പഠിപ്പിച്ചോണ്ടിരുന്നാ പോരാ. ദർസിൽ പഠിപ്പിക്കണം. ഏതായാലും വന്നിട്ടുണ്ട്. ഏത് സൂറത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ബന്ധനസ്ഥർ എന്ന അസ്ര ലഹും അസ്ര, ബന്ധനസ്ഥർ ഉണ്ടായിരിക്കുക എന്ന അവസ്ഥ പറയുന്നുണ്ട് അവിടെ. അസ്ര
കസീർ അസ്ര. അതേപോലെ സ്വരീഉൻ അതിലെ ബഹുവചനം വന്നിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. സൊറഅ അവരവിടെ സൊറആയിട്ട് കിടക്കുമെന്ന് പറഞ്ഞല്ലോ. സഖറഹ അലൈഹിം സബഅ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സറഅ. സറഅ എന്ന് പറഞ്ഞാൽ ചത്ത് കിടക്കുന്ന എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അതൊരു സാഹിത്യമായ പ്രയോഗമാണ്. മൗത്ത എന്നതിന്റെ എന്നാണ് അതിന് ഭാഷാർത്ഥം കൊടുത്തിരിക്കുന്നത്. അതേസമയം അങ്ങനെ മരണമല്ല, അതേസമയം എന്താണ് അതിന്റെ ഒരു വേറൊരു രീതിയിലാണ്. മജ്നൂൻ എന്നും അതിന്റെ അർത്ഥമുണ്ട്. അപ്പം മനസ്സിലാവും അതിന്റെ അർത്ഥം. മജ്നൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രാന്തൻ, ബുദ്ധിഭ്രമം സംഭവിച്ചവൻ എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ അത് രണ്ടിനും മൗത്തയുടെയും മജ്നൂനിന്റെയും മധ്യത്താണ് അവിടെ അവര് കിടക്കുന്ന കിടപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരെന്തെന്നുണ്ട് മരിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അതേസമയം മരിച്ചു കിടക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്തായി? മൃതദേഹങ്ങൾ എന്ന ഒരു വാക്കേ വരില്ല. മറിച്ച് ചത്തൊടുങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അത് വേറൊരു ശൈലിയാണ്. വെട്ടിയിട്ട ഈത്തപ്പനകൾ പോലെ അവര് ചത്തൊടുങ്ങി കിടക്കുന്നു. ഇത് കാണാം. അപ്പൊ ചത്തൊടുങ്ങിയ മൃതദേഹങ്ങൾ എന്നർത്ഥം. ശരിയാണ്. അതേപോലെ അഹ്മക്കിന്റെ ബഹുവചനം എന്തായിരിക്കും? അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? അഹ്മക്ക് അല്ല, അഹ്മക്കുൻ എന്നാണ്. ഇവിടെ എല്ലാം ഇസ്മാണ് കേട്ടോ. കാരണം എന്താ? ബഹുവചനം പറയണമെങ്കിൽ ഇസ്മായിരിക്കണ്ടേ? ഇപ്പൊ മരീദുൻ, ഖതീലുൻ, ജരീഹുൻ, അസീറുൻ, സ്വരീഉൻ, അഹ്മഖുൻ. അല്ല, അഹ്മഖുന്നല്ല, അഹ്മഖു. അഹ്മഖു എന്തായിരിക്കും? അഹ്മദ് പോലെ പകരം മുൻസരിപ്പായിരിക്കും. അതിന്റെ ബഹുവചനവും ഗൈറു മുൻസരിഫാണ്. ഇവിടെ മരീദും, മർദ, ഖത്തല, ജർഹ ഇതെല്ലാം എന്താണ്? ആ വസ്ന്, ആ പാറ്റേൺ കംപ്ലീറ്റ് ഗൈറു മുൻസരിഫാണ്. ഇവിടെ അഹ്മഖു എന്ന നാമവും എന്താണ്? ഏകവചനവും മംനൂഅ മിനൽ സർഫാണ്. അപ്പോ അഹ്മഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മലയാളികൾ പണ്ട് ചീത്ത പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിരുന്നു. അത് തന്നെ. പക്ഷെ ന്യൂ ജെല്ലൊന്നും അറിയില്ല. നൗഫലിന് അറിയോ? നമുക്കെന്ന് പറയും. അറിയോ? നമുക്കെന്ന് വിളിക്കും. അപ്പോ അഹ്മഖ് എന്ന് പറഞ്ഞാൽ പരമവിഡ്ഢി. അഹ്മഖ്. അപ്പൊ അതിന്റെ ബഹുവചനമായിരിക്കും ഹംഖ. ഓക്കെ. ഇനി അങ്ങോട്ട് വേറെ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രാവശ്യം നോക്കാം. ഈ റബ്ബി എന്നതിന്റെ നമ്മളെ റബ്ബി ഗഫിർലി, റബ്ബി റഹംഹുമ എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. റബ്ബി അരിനി അങ്ങോട്ട് പോകുന്നത്. നമ്മൾ വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ അത്. പക്ഷെ നമ്മള് ഇൻഷാ അല്ലാഹ് നമുക്ക് 1 by 1 ആയിട്ട് വായിക്കാം അടുത്ത പ്രാവശ്യം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. ഇവിടെ എന്താ നമ്മൾ എഴുതിയിടാൻ പറഞ്ഞത്? ഇസ്തഖ്രിജ് മിന ദർസ് എന്ന് പറഞ്ഞല്ലോ. ഇസ്തഖ്രിജ് മാ വറദ ഫി ദർസി മിൻ ദമാഇറിൽ ഫസ്ൽ. ദമാഇറിൽ ഫസ്ൽ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. ഓക്കെ. അപ്പൊ അത് എടുത്തെഴുതിയില്ല. ബില്ലാഹി തൗഫീഖ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. وعليكم السلام.